വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന വഴുതനങ്ങ കൊണ്ടുള്ള ഒരു റൈത്ത അല്ലെങ്കിൽ സാലഡാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് ചപ്പാത്തിക്കൊപ്പവും അല്ലെങ്കിൽ പറാട്ട, സ്റ്റഫ്ഡ് പറാട്ടകളിലെ, അതായത് ആലു പറാട്ട, പനീർ പറാട്ട, അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ റെസിപ്പി. ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയ വഴുതനങ്ങ ഉപയോഗിക്കാവുന്നതാണ്. വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ അതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂണിനടുപ്പിച്ച് കായം ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വഴുതനങ്ങ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. നല്ലതുപോലെ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വഴുതനങ്ങ വേവിച്ചെടുക്കുക. വഴുതനങ്ങ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സൈഡിലേക്ക് എടുത്തു വെക്കാം. റൈത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഉടച്ചു കൊടുക്കുക. ഇതിന് തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കട്ടി കുറച്ച് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും മല്ലിയിലയും ചേർക്കാം. ഇതൊരു വലിയ പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്. കുറച്ച് മല്ലിയില. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. മല്ലിയില കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണ് ബ്ലാക്ക് സോൾട്ട് ആണ്. ഇത് ചാറ്റ് മസാലയിലേക്ക് ചേർക്കുന്ന ഒരു സോൾട്ടാണ്. ഇത് കടയിൽ ഇത് തനിയെ വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്താലും മതി. വേറൊരു ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അതും നല്ലൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ ചേർത്ത് കൊടുത്തത് ഉപ്പാണ്. ആവശ്യാനുസരണം ചേർക്കുക. ബ്ലാക്ക് സോൾട്ട് ഉപ്പായതുകൊണ്ട് ഉപ്പ് നോക്കി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ റൈത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, ഡിഫറെൻറ്റുമാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.